സ്വർണ്ണവിലയിലെ അപ്രതീക്ഷിത ഇടിവ് ആഭരണ പ്രേമികളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ വില ഇടിഞ്ഞതാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. പവന് 60,000 രൂപയൊക്കെ ആകുമോ എന്നാണ് ഇപ്പോൾ സാധാരണക്കാർ ഉറ്റുനോക്കുന്നത്. ആശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. എന്താ അല്ലേ, വലിയൊരു ഇടിവ് തന്നെയാണ് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് രേഖപ്പെടുത്തുന്നത്. ഇത് വലിയ കുറവ് തന്നെ, ശരിക്കും പറഞ്ഞാൽ ലോട്ടറി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഏറ്റക്കുറിച്ചിലുകൾ തുടരുകയാണ്. ഇപ്പോൾ വാങ്ങാനും വിൽക്കാനും മടിച്ചു നിൽക്കുകയാണ് ഉപഭോക്താക്കളെന്ന് പറയുന്നു. കാരണം എന്താ, ഇനിയും വില കുത്തനെ കുറയുമെന്ന പ്രതീക്ഷയാണ്. കൂടാതെ ഒരുപാട് ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലേക്കായെന്നും പറയുന്നുണ്ട്. സ്വർണ്ണവില വീണ്ടും കൂടുന്നൊരു ട്രെൻഡ് തുടർന്നാൽ സ്വർണ്ണവില പഴയ ഉയരത്തിലേക്കോ അതിനു മുകളിലേക്കോ എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു പരീക്ഷണത്തിന് ആളുകൾ നിൽക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വില കുറയുന്ന സമയത്ത് സ്വർണം വാങ്ങുന്ന പതിവാണ് കാണുന്നത്. സ്വർണ്ണവിലയിലെ ട്രെൻഡുകൾ ഏത് നിമിഷവും മാറാം. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കാം. പെട്ടെന്നാണ് ട്രെൻഡുകൾ മാറി മറയുന്നത്. ആ ട്രെൻഡിനനുസരിച്ച് വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ സൂചിപ്പിക്കുന്നത്. വാങ്ങിവെക്കേണ്ട ആളുകളെ സംബന്ധിച്ചും വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്കൊരു വ്യക്തമായ തീരുമാനം ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു ദിവസം കൊണ്ട് വലിയ ആശ്വാസം തന്നെ ഉണ്ട്. സാധാരണ യുദ്ധ സാഹചര്യങ്ങളിൽ സ്വർണത്തിന്റെ വില ഉയരാറുണ്ടെങ്കിലും ഇപ്പോൾ വിപരീത ട്രെൻഡാണ് കാണുന്നത്. ആഭരണ പ്രേമികളുടെ പ്രതീക്ഷ ഉയർത്തി സ്വർണ്ണവിലയിൽ ഇന്നും വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞതാണ് കേരളത്തിലും വിലക്കുറവിന് കാരണമായത്. $ഡോളർ ശക്തിപ്പെട്ടതും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രയേൽ ഇറാൻ നീക്കങ്ങളെല്ലാം പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് ഇന്ന് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇടിയാൻ കാരണമായിരിക്കുന്നത്. സ്വർണം ഡോളറിലാണ് വിലയിടിയുന്നത്. അതിനാൽ ഡോളർ കരുത്താർജിക്കുമ്പോൾ മറ്റ് കറൻസികൾക്ക് സ്വർണം വാങ്ങാൻ കൂടുതൽ ചെലവേറിയതാകും. ഇത് ആവശ്യം കുറയ്ക്കുകയും വില താഴാൻ കാരണമാകുകയും ചെയ്യും. യുദ്ധങ്ങളും സംഘർഷങ്ങളും സാധാരണയായി സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപ പെരുമ ഉയർത്താറുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എണ്ണയും ഊർജ്ജത്തിന്റെ വില കുത്തനെ കൂട്ടി. കൂടാതെ സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലെത്തിയതോടെ നിക്ഷേപകർ ലാഭമെടുപ്പും ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സ്വർണ്ണവിലയിലെ അപ്രതീക്ഷിത ഇടിവ് ആഭരണ പ്രേമികളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിട്ടുണ്ട്. ഒറ്റയടിക്ക് വില കുറഞ്ഞത് വലിയ ഇടിവിനുള്ള സൂചനയായിരിക്കുമെന്നാണ് കരുതുന്നത്. പവൻ വില 80,000-ലേക്കും 60,000 രൂപയിലേക്കും എത്തുമോ എന്ന് തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വില ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പിലുമാണ് പലരും. അത്തരമൊരു ഇടിവിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. യുദ്ധം കൂടുതൽ തുടർന്നാൽ സ്വർണത്തിന്റെ വില ഉയരുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ ആവർത്തിക്കുന്നത്. 2 ലക്ഷം ആകാൻ അധികം സമയം വേണ്ട എന്നും ഇവർ പ്രവചിക്കുന്നു. മാത്രമല്ല, ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്വർണത്തിന് അനുകൂല സാഹചര്യമാണെന്നും പവൻ വില 1.5 ലക്ഷം ഈ വർഷം തന്നെ കവിയുമെന്നും ഇവർ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.